ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ഫാം ഉണ്ടാക്കുക, നമ്മൾ ഡയമണ്ട് ആർമറിലോട്ട് മാറുക. നമുക്ക് ഫസ്റ്റ് തന്നെ ഡയമണ്ട് ആർമറിലോട്ട് മാറാം. ഓക്കെ, ഇത് നമ്മളിവിടെ ട്രേഡിംഗ് കാർഡ് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ നിന്നാണ് നമ്മൾ ഡയമണ്ട് ആർമർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതാണ്ട് എമറാൾഡൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവന്മാരുടെ നിന്ന് അത് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർമർ ഇടാം. ഓക്കെ, അതും കൂടി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മൾ കേവിലിറങ്ങി ഒരു ലാവ പോണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആവശ്യമുള്ള ഒബ്സിഡിയൻ മൈൻ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാം ലൂട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ഒബ്സിഡിയൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു 20x20 പോർട്ടൽ ഉണ്ടാക്കണം. താഴത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതിന് നമുക്ക് ബാക്കി ഉണ്ടാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റത്തെ ബ്ലോക്കും കൂടി വെച്ചാൽ നമ്മുടെ പോർട്ടൽ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി താഴത്താണ് ബാക്കി പരിപാടി എടുക്കണം. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ അടച്ചു കൊടുക്കാൻ, എന്നിട്ട് നമുക്ക് പിഗ്ലിൻസ് പോണാകുമ്പോൾ നമ്മുടെ ചേമ്പറിലോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള വെള്ളം ഇവിടെ ഒഴിക്കാം. ഓക്കെ, നമ്മളപ്പോൾ 3 ബ്ലോക്ക് ഹൈറ്റ് വീതം ഒരു ഗ്ലാസ് കൊണ്ടുള്ള വാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈ 4 ബ്ലോക്കിലോട്ട് എത്തിക്കാം. അപ്പോൾ എത്തിച്ചുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിലോട്ടൊരു 15 ബ്ലോക്ക് ഡിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു റൂം ഉണ്ടാക്കിയാണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഹോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിസ്റ്റം വെച്ചിട്ടുള്ള കില്ലിംഗ് ചേമ്പർ ഉണ്ടാക്കാം. ട്രൈഡന്റ് ഹില്ലർ. ഓക്കെ, നമ്മളിപ്പോൾ ട്രൈഡന്റ് ഹില്ലർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, നമ്മളിനി പോർട്ടലിൽ ഇവിടെ വന്നിട്ട് നമുക്കൊരു ഡ്രോപ്പർ വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് അതിൽ നോക്കി തന്നെ ഒരു 4 ബ്ലോക്ക് പുറകോട്ട് എടുക്കണം. എന്നിട്ട് നമുക്കൊരു ഡിസ്പെൻസർ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറകെ തന്നെ 3 വെക്കണം. ഗൈസ്, നമ്മൾ ഫസ്റ്റ് വെച്ച ഡിസ്പെൻസർ പൊട്ടിച്ച് തിരിച്ച് വെക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ആ ഡിസ്പെൻസറിൻ്റെ ഫ്രണ്ടിലോട്ട് ബ്ലോക്കുകൾ വെക്കാം. അപ്പോൾ ബ്ലോക്ക് വെച്ച് ചുറ്റിനും ഇടണം അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ വന്നിട്ട് 2 ബ്ലോക്ക് ഹൈറ്റിൽ ഒരു വാള് സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ബാക്കിയുള്ള 3 ബ്ലോക്കിലോട്ട് നമുക്ക് ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ 3 ബ്ലോക്ക് വെച്ച് അടച്ചേക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ലാവ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ ബ്ലോക്കിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പോർട്ടലിലൂടെ ഓൺ ആവുന്നതാണ്. ഇനി നമുക്കതൊന്ന് ഓണാക്കി വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ ഡിസ്പെൻസറിലോട്ട് ഒരു വാട്ടർ ബക്കറ്റ് വെക്കണം. അപ്പോൾ എന്നാലേ അത് ഓഫ് ഓൺ ആകുമ്പോൾ പോർട്ടൽ പൊട്ടുള്ളൂ. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, നമ്മുടെ പിഗ്ലിൻസ് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കില്ലിംഗ് ചേമ്പറിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കില്ലിംഗ് ചേമ്പറിലോട്ട് പിഗ്ലിൻസ് ഓണാക്കി നോക്കാം. ഓക്കെ, നമ്മുടെ പിഗ്ലിൻസൊക്കെ ചാകുന്നുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത കണ്ടന്റായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.